ഷഹബാസ്ക എപ്പോഴും ഞാൻ ഇൻസ്റ്റാഗ്രാമിലായിട്ടും ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഗുരുവാണ് ഗഫൂർക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ്. ആ ബന്ധത്തിനെ കുറിച്ചിട്ട് അങ്ങനെ ഒരു ദിവസം ഇതേപോലെ തന്നെ ഒരു കൊടുങ്കാറ്റുപോൽ സ്നേഹിച്ചും നോവിച്ചും ചുടുകിനാവിൻ മണൽ കാട്ടിൽ ഇവൻ ഇങ്ങനെ വാതിലിന്റെ അവിടെ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ വാതിലിന്റെ അവിടെ നിന്നപ്പോ ഞാൻ ചോദിക്കാൻ വന്നിട്ട് എന്താ എനിക്ക് പിന്നെ പഠിക്കണോ? അവൻ ആദ്യമായിട്ട് എഴുതിയ പാട്ടും പിന്നെ ഒരു ഭക്തിഗാനാണ്. അത് പിന്നെ കുറച്ച് ദിവസം പിന്നെ അതേപോലെ തന്നെ ഒരു സതീഷും വിലമട കൂടിയിട്ട് പിന്നെ ക്ലബിൽ വന്നപ്പോ അങ്ങനെ സതീഷ് വിളിച്ചിട്ട് പറഞ്ഞു, ഗഫൂർക്ക ഇങ്ങനെ റഫീഖ് ഷഹബാസ് ഒരു പാട്ട് ചെയ്തിട്ടുണ്ട്. റഫീഖ് എന്ന് പറഞ്ഞാൽ അത് അവന്റെ പേരാണ്. ചെയ്യുമ്പോ പാട്ടിന്റെ ആ പാട്ടിനെ എങ്ങനെ നോക്കില്ല? അതായത് അത് കൊണ്ടുവരുന്ന ആളെയാണോ അതല്ല പാട്ടിന്റെ വരികളാണോ? അതൊന്നും ഒരു ഇതല്ല, വിഷയമുള്ള കാര്യമല്ല. കാരണം വെച്ചാൽ നമ്മൾ വളരെ അഡ്വാൻസ്ഡ് അല്ലല്ലേ. നമസ്കാരം. കുശലത്തിൽ ഇന്ന് കുശലം പറയാനായിട്ട് വന്നിട്ടുള്ളത് മലയാള സംഗീത പ്രേമികൾക്ക് എന്നും പ്രിയപ്പെട്ട ഒരു ഗാനശാഖയാണ് ഗസൽ എന്ന് പറയുന്നത്. ഗസലിന്റെ റൂട്ടുകളും ഗസലിന്റെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് ഗഫൂർ എം ഖയാം എന്ന് പറയുന്ന ഗസലിലെ തന്നെ ഇതിഹാസം, മലയാളത്തിന്റെ ഇതിഹാസം എന്ന് തന്നെ പറയാൻ കഴിയുന്ന ഒരാളാണ്. ഗസൽ പ്രേമികളുടെ പ്രിയപ്പെട്ട ഗഫൂർ. ഗഫൂർക്ക, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല വിശേഷം, സുഖം. കുറച്ച് സമയം ഗഫൂർ ഖാന്റെ കൂടെ ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്നു എന്നുള്ളത് തന്നെ ഞങ്ങളെ വലിയ ഭാഗ്യമായിട്ട് കാണുന്ന ആൾക്കാരാണ്. കാരണം നമ്മൾ ടി വിയിൽ കണ്ട അല്ലെങ്കിൽ സ്ക്രീനിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു മനുഷ്യനെ വലിയ താടിയും ഈ ഒരു ലുക്കും ഒക്കെ വെച്ചിട്ടുള്ള ഒരു മനുഷ്യനെ ഇത്ര അടുത്ത് കാണാൻ പറ്റുന്നു, സംസാരിക്കാൻ പറ്റുന്നു, വലിയ സന്തോഷമുള്ള കാര്യം. ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഒരു അവസരം. അതിന് ഏറ്റവും നല്ല മാർഗം എന്താ അറിയാം? ഇതേമാതിരി രണ്ടാളും താടി വെക്കുക, എന്നിട്ട് കണ്ണാടി നോക്കുക. എനിക്ക് മാനുഫാക്ചറിംഗ് ഗഫൂർക്ക്, നമ്മളെ സംസാരിച്ച് തുടങ്ങുമ്പോൾ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു തുടങ്ങാൻ വിചാരിക്കുന്നത് ഗഫൂർക്ക് എങ്ങനെയാണ് ഒരുപാട് നമ്മൾ ഗഫൂർക്ക വരുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ റിസർച്ച് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ഗഫൂർക്കയുടെ മേഖലകൾ, ഗഫൂർക്കയുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയായിരുന്നു ഇത്ര കാലം ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ. ഗഫൂർക്ക നമ്മളെ ഷഹബാസ്കയുമായിട്ട് വലിയ തരത്തിലുള്ള അടുപ്പമുള്ള ആളാണ്. ഒരു ഗുരു ശിഷ്യ ബന്ധം. അതെ, ഷഹബാസ്ക ഈ പാട്ടിന്റെ വഴിയിലേക്ക് അല്ലെങ്കിൽ ഗസലിന്റെ വഴിയിലേക്ക് മലയാള സിനിമയിലാണെങ്കിലും വലിയ രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു സിംഗർ. ആളുടെ പാട്ടുകൾക്ക് കാത്തിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ ആളുമായിട്ടുള്ള ഒരു ബന്ധം ഷഹബാസ്ക എപ്പോഴും ഞാൻ ഇൻസ്റ്റാഗ്രാമിലായിട്ടും ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഗുരുവാണ് ഗഫൂർക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ്. ആ ബന്ധത്തിനെ കുറിച്ചിട്ട് ഷഹബാസ് പിന്നെ മലപ്പുറത്താണ്, പിന്നെ കുന്നുമലാണ് അവന്റെ വീട്, ഞങ്ങള് താഴെയാണ്. അപ്പൊ ആ കാലഘട്ടത്തില് മലപ്പുറത്ത് റിംഗോ സ്റ്റാർ എന്ന് പറഞ്ഞൊരു ക്ലബുണ്ട്. അപ്പൊ ആ ക്ലബില് അന്ന് ഞാൻ അവിടെ മ്യൂസിക് ക്ലാസ് എടുക്കുന്നത്. വളരെ അപ്പോ അന്ന് ഈ ഷഹബാസ് അവിടെ പിന്നെ വരാറുണ്ട്. അങ്ങനെ ഒരു ദിവസം ഇതേപോലെ തന്നെ ഇവൻ ഇങ്ങനെ വാതിലിന്റെ അവിടെ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ വാതിലിന്റെ അവിടെ നിന്നപ്പോ ഞാൻ ചോദിക്കാൻ വന്നിട്ട് എന്താ എനിക്ക് പിന്നെ പഠിക്കണോ? പുറത്ത് നിൽക്കുന്ന ഷഹബാസ്കാരോട് ചോദിക്കണം പഠിക്കണോ? അപ്പൊ അവനെ ഭയങ്കര ഇതില് അന്ന് തുടങ്ങിയ ബന്ധാണ്. അതായത് നിന്നിരുന്ന ഒരാളെ അകത്തേക്ക് കൊണ്ടുവരാണ് ഈ ലോകത്തോട് അങ്ങോട്ട് ചോദിക്കാണ്. കാരണം ഇൻട്രസ്റ്റ് കൊണ്ടാണല്ലോ അവിടെ നിൽക്കുന്നത്. അതെ അതെ അതെ. ഇപ്പൊ നമ്മൾക്കൊരു സ്ഥലത്ത് നമ്മൾ ഇരിക്കുമ്പോ നമ്മള് ആ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇൻട്രസ്റ്റ് ആണ്, അല്ലെങ്കിൽ അവിടെ ഇരിക്കൂലല്ലോ. അപ്പൊ അങ്ങനെ കണ്ടപ്പോ വെറുതെ ചോദിച്ചാണ് വിമർശിക്കാൻ അവിടെ ഇരിക്കണത്, അല്ലെങ്കിൽ നമുക്ക് അതിനോടുള്ള താല്പര്യം. ചോദിച്ചപ്പോ അത് ഭയങ്കരമായിട്ട് ഓനത് കാത്തുക്ക എന്റെ ഈ ഒരു ചോദ്യത്തിന് വേണ്ടിട്ട് അവിടുന്നാണ് തുടങ്ങിയതാണ്. അല്ല, അതവൻ പറയാറുണ്ടല്ലോ. അല്ല ഉണ്ട് ആള്. ഞാൻ പറഞ്ഞില്ല ഇൻസ്റ്റാഗ്രാമിലെ പോസ്റ്റ് ഞാൻ വായിച്ച. പിന്നെ അപ്പൊ അന്ന് ഇവരൊക്കെ എന്റെ ഒപ്പം തന്നെ ആയിരിക്കും. ഈ റിംഗോ സ്റ്റാർ ക്ലബില് പിന്നെ ഈ സതീശന്, രവി, മുസ്തഫ, ബഷീർക്ക, പെരുമള്ളി ബഷീർക്ക, ഞങ്ങളൊക്കെ ഒരു ഗ്യാങ്ങാണ്. അപ്പൊ ഇവരൊക്കെ തന്നെയാണ് ഒപ്പം ഉണ്ടാകാറ്. അപ്പൊ അന്നൊക്കെ ക്ലാസ് എടുക്കണതും പിന്നെ എന്താ പറയാ വൈകിട്ടാകുമ്പോ എല്ലാരും എത്തും. എല്ലാരും പിള്ളേരാണ്. അങ്ങനെ അവര് പിന്നെ അവിടെ അങ്ങനെ ഒരു സ്കൂളായിട്ടല്ലായിരുന്നു. നമ്മൾ ആ ക്ലബില് ഉള്ള പിന്നെ ഈ മെമ്പേഴ്സിന് മാത്രം ക്ലാസ് എടുക്കാന്നുള്ളതാണ്. കാരണം
അവിടെ ആദ്യത്തെ പിന്നെ നമ്മളൊക്കെ ഗുരു പറഞ്ഞത് പിന്നെ അസീസ് ഭായ് അതുപോലെ തന്നെ ബാപ്പുവാജിയാർ. ബാപ്പുവാജിന്റെ പെട്ടിയിൽ നിന്നാണ് നമ്മളൊക്കെ പഠിക്കണത്. അപ്പൊ ബാപ്പുവാജി നമ്മൾ ചെറുതായിട്ടന്ന് ബാപ്പുവാജിയാണ് നമുക്ക് പാട്ടിന് പെട്ടി വായിച്ചത്. പക്ഷെ നമ്മൾ പിന്നെ എന്താ പറയാ, എനിക്ക് പിന്നെ ഷാസാറിന്റെ ഗുരുവാണ് തിരൂർ ഷാ പിന്നെ സിനിമാഷ. അപ്പോ പിന്നെ ഇവിടുന്നൊക്കെ ഇങ്ങനെ ക്ലാസ് ഇങ്ങനെ കഴിഞ്ഞ് ഏകദേശം നമ്മളൊക്കെ പ്ലേയിങ് തുടങ്ങിയപ്പോ ഈ ബാപ്പുജിയാണ് അന്നത്തെ അവിടുത്തെ വലിയ ഹാർമോണിസ്റ്റ് അവിടെ ക്ലബിലെ അങ്ങനെ പ്രായമുള്ള ആളാ. പക്ഷെ നമുക്ക് മൂപ്പരോട് ഇന്നൊരു ബഹുമാനം വെച്ചാൽ മൂപ്പരത് മനസ്സിലാക്കി എന്നുള്ളതാണ്. അപ്പൊ അതുവരെ ക്ലബിലൊക്കെ വൈകിട്ടാണ് എല്ലാവരും കൂടുക. അപ്പൊ നമ്മള് ഇവരൊക്കെ ഉണ്ടാകുമ്പോ പിന്നെ നമ്മള് കുട്ടികളല്ലേ, അപ്പൊ നമ്മളൊന്നും പക്ഷെ പിന്നീട് നമ്മളുടെ ഈ പിന്നെ ഈ ഇത് കണ്ടിട്ട് അദ്ദേഹത്തിന് സ്വയം തോന്നി. അപ്പൊ അദ്ദേഹം അന്നൊക്കെ മഗരിബിന് ശേഷമായിരുന്നു വന്നിരുന്നത് എല്ലാവരും കൂടി മേഫില് കൂടാൻ വേണ്ടി. അപ്പോ പിന്നീട് നമ്മളിങ്ങനെ നമ്മളിങ്ങനെ വന്ന് ഏകദേശം നമ്മൾ വായനൊക്കെ ഇങ്ങനെ തുടങ്ങിയ പിന്നെ പുള്ളി അത് മനസ്സിലാക്കിയിട്ട് പിന്നെ പുള്ളി അതിന്റെ കുറച്ച് മുമ്പ് വരും. എന്നിട്ട് മൂപ്പര് കുറച്ച് പാട്ടൊക്കെ പാടിയിട്ട് മൂപ്പര് കുറച്ച് പാട്ടൊക്കെ പാടിയിട്ട് ഒന്ന് ഹരാക്കിയിട്ട് മൂപ്പരതായുള്ള കുറച്ച് ഇതുണ്ട്, മജീദ് കബലൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് അവര് പിന്നെയാണ് നമ്മൾ വരുന്നത്. പക്ഷെ അത് കുറച്ച് കഴിഞ്ഞ ശേഷമാണ് ഒരിക്കൽ ഞാനും ബഷീർക്കും കൂടി ചെല്ലുമ്പോൾ പിന്നെ അവിടെ ഒരു ABM ഹോട്ടലുണ്ട്. ഷഹബാസ് പറഞ്ഞ ഒരു ഹോട്ടലുണ്ട്, അവിടെ ചായ ഉണ്ടല്ലോ, ആ പിന്നെ ഹോട്ടലിന് ഞാനും ബഷീർക്കും കൂടി ചായ കുടിക്കാം. ബഷീർ പെരുമ്പള്ളി ബഷീർ വേറെ സാക്സഫോൺ വായിക്കുന്ന ആളാ. അപ്പം ഞങ്ങൾ കാണുമ്പോൾ അവിടെ പിന്നെ ഇത് തുടങ്ങിയിട്ടുണ്ട് രണ്ടാളും, മജീദ് ഖാറിന്റെ തബല വായിക്കണം, ബഷീർ ഖാന്റെ ജ്യേഷ്ഠൻ. ഓല രണ്ടാളുടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഓല ഞങ്ങൾ വായിച്ചു പാടെ. അപ്പോ ഞങ്ങള് ഇങ്ങനെ പിന്നെ കേറി ചെന്ന് പാടെ ഇപ്പൊ നല്ല മൂഡില്ല. ബാപ്പുജി പിട്ട് വായിക്കുമ്പോൾ ഭയങ്കര മുപ്പരയിലാണ്ട് ലയിച്ചു പോകും, നല്ലൊരിതാണ്. അപ്പം പെട്ടെന്ന് തന്നെ ഞങ്ങൾ കണ്ടോട് കൂടിയിട്ട് മൂപ്പര് ഇതാണ് നിർത്തിയിട്ട് വരും എന്നൊക്കെ. പക്ഷെ അപ്പോഴാണ് നമുക്ക് സത്യത്തില് പിന്നെ നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് ഭയങ്കര വിഷമം തോന്നി. കാരണം വെച്ചാൽ അപ്പൊ ഇതുവരെ സംഭവിച്ചത് അത് തന്നെയായിരുന്നു. കാരണം നമ്മള് മൂപ്പർക്ക് സ്വയം മനസ്സിലായി ഇനി ഇവര് വരുമ്പോ നമ്മൾ മാറിക്കൊടുക്കണം. ബാപ്പുജിനോടൊക്കെയുള്ള ഏറ്റവും വലിയൊരു ബഹുമാനം അതാണ്. കാരണം മൂപ്പര് അത് കണ്ട പിന്നെ മൂപ്പര് ഇങ്ങോട്ട് ഇരിക്കണം അറിയും, എന്നിട്ട് മൂപ്പര് അവിടെ ഇരുന്നിട്ട് ആസ്വദിക്കാറ്. അപ്പൊ അന്നിവിടെ എല്ലാരും ഉണ്ടാവും അവിടെ. പിന്നെ ക്ലാസ്സിന് ഇവര് മുസ്തഫ അമ്പാടി, പിന്നെ സതീഷിന്, രവി, ബഷീർ ഖാ, ഷഹബാസ് ഇവരൊക്കെ ഉണ്ടാവും. പിന്നെ ഷഹബാസിനെ കൊണ്ട് ആദ്യമായിട്ട് പാട്ട് എഴുതിപ്പിച്ചു ഞാനാ. അതവിടെ വലിയങ്ങാടിയിൽ ഒരു എലക്ഷൻ നടന്നു. ഇവൻ നന്നായിട്ട് പിന്നെ നല്ലൊരു പരക്കും ഷഹബാസ്. നമ്മള് വായിക്കുന്ന സാധനങ്ങള് നാടൻ തനി നാടൻ ഭാഷയിൽ നന്നായിട്ട് വരക്കും ചെയ്യും, നന്നായിട്ട് എഴുതും ചെയ്യും, നല്ല സ്റ്റൈലായിട്ട് എഴുതും, ആർട്ടിസ്റ്റ് സ്റ്റൈല. അപ്പം ഈ വല്യങ്ങാടിയില് പിന്നെ അവിടെ പഞ്ചായത്ത് ഇലക്ഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ രണ്ടു കൂട്ടർക്കും പാട്ട് ഞാൻ മ്യൂസിക് ചെയ്ത് കൊടുക്കാറ്, അതൊക്കെ കാസറ്റ് റെക്കോർഡ്. അപ്പൊ ഒരു അവിടെ ഒരു സ്വതന്ത്രമായിട്ട് ഒരാൾ മത്സരിച്ചിരുന്നു. അപ്പോ പുള്ളി നമ്മളോടൊക്കെ ചെറിയ റിലേഷനാണ്, പയ്യൊരു മാഷൊക്കെയാണ്. അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞു, എടാ നീ ഇവർക്കൊക്കെ പാട്ട് തോന്നി, എനിക്കൊരു പാട്ട് വേണം, കാരണം അപ്പോ പിന്നെ എനിക്കൊരു പാട്ട് വേണം അതേപോലെ തന്നെ. ഞാൻ പറഞ്ഞു ഓ ആയിക്കോട്ടെ ചെയ്യാറുണ്ട്. അങ്ങനെ ഞാൻ ഷഹബാസിനോട് പറഞ്ഞിട്ട് അങ്ങനെ സാധുവിട്ടൊക്കെ ഉണ്ട്, പിന്നെ ജ്യേഷ്ഠന് ഇങ്ങനെ ഒരു പാട്ട് വേണമെന്നുണ്ടെങ്കിൽ. അപ്പൊ ഓന് ഭയങ്കര ഇഷ്ടമാണ് ഈ പിന്നെ ഇതുണ്ടല്ലോ ചില്ലിമുള്ളം കാടുകേളി, അതുപോലെ ഭയങ്കര ഇഷ്ടമാണ് അന്ന്. കാരണം ഷഹബാസ് പിന്നെ അപ്പൊ ഷഹബാസ് ഈ പാട്ടെല്ലാം പാടും ഇങ്ങനെ. പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നാറ്റൂണ് തന്നെ ആയിക്കോട്ടെ, കാരണം കുറച്ചുകൂടി അതാണ് കുറച്ചുകൂടി പിന്നെ സുഖം തോന്നിയപ്പോ. അപ്പൊ അവനോട് ഇന്നൊരു 4 പേര് എഴുതിക്കുവായിരുന്നു. അങ്ങനെ അവനത് കന്നഡയാണ്, ഇതിന്റെ ചിഹ്നം, ഇയാളുടെ ചിഹ്നം. അതിന് ഫസ്റ്റിൽ എഴുതി പാട്ടും എഴുതിച്ചിട്ട് അവനെ കൊണ്ട് തന്നെ പാടിപ്പിച്ചു ഞാൻ.
ഷഹബാസ് ഖാനെ ആ അന്ന് മറ്റേ 5/4 സ്ട്രിറ്റിൽ പഠിപ്പിച്ചിട്ട് മൂപ്പർക്ക് കാസറ്റ് കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ അവൻ പിന്നെ അവൻ ആദ്യമായിട്ട് എഴുതിയ പാട്ടും പിന്നെ ഒരു ഭക്തിഗാനാണ്. അത് പിന്നെ കുറച്ച് ദിവസം പിന്നെ അതേപോലെ തന്നെ ഒരു സതീഷും പുലിമട് കൂടിയിട്ട് പിന്നെ ക്ലബിൽ വന്നപ്പോ അങ്ങനെ സതീഷ് വിളിച്ചിട്ട് പറഞ്ഞു ഗഫൂർക്ക ഇങ്ങനെ റഫീഖ് ഷഹബാസ് ഒരു പാട്ട് ചെയ്തിട്ടുണ്ട്. റഫീഖ് എന്ന് പറഞ്ഞാൽ അത് അവന്റെ പേരാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ റഫീഖോ ആ ഒരു പാട്ട് കേട്ടിട്ടുണ്ട്. അപ്പൊ എന്റെ അടുത്ത് ഇപ്പോഴും എന്റെ മുന്നിലേക്ക് വരില്ല. എപ്പോഴായാലും ഒന്നും ഉണ്ടായിട്ടല്ല, അവരുടെ ഒരു ആൾക്കാരൊന്നും അങ്ങനെ ചെയ്യൂല. അപ്പൊ ഞാൻ ചോദിച്ചാൽ എന്ത് പാട്ടാണ് എഴുതിയിട്ടുള്ളത് അങ്ങനെ കാണിച്ചു. അപ്പം നല്ലൊരു ഭക്തിഗാനായിരുന്നു. അപ്പൊ അന്ന് അൽഫ കാസറ്റ്സ്, അമീൻ കാസറ്റ്സ്, പിന്നെ കാസറ്റ്സ് ഒരുപാട് കമ്പനിക്കാരുള്ള. അപ്പൊ അവർക്കുള്ള പാട്ടുകളൊക്കെ ഞാനാ ചെയ്തു കൊടുത്തു, മ്യൂസിക് ചെയ്തു കൊടുത്തു. അപ്പൊ ഇവൻ ആദ്യമായിട്ട് എഴുതിയതല്ലേ. അപ്പൊ എന്റെ മനസ്സിലുണ്ടായിരുന്നു പിന്നെ ഇവന്റെ ഈ പാട്ടൊന്ന് ഇതില് ചെയ്യണം, കാസറ്റിൽ ചെയ്യണം. അങ്ങനെ ആ ഉടനെ ഇറങ്ങിയ കാസറ്റിലെ പാട്ട് ചെയ്തു. അങ്ങനെ അപ്പൊ ഓന്റെ ഫസ്റ്റിലെ ഓന്റെ വരിക്ക് മ്യൂസിക് ചെയ്തത് ഞാൻ തന്നെയാണ്. ഓനെ കൊണ്ട് ആദ്യം അല്ല അതങ്ങനെ സാധനമായിട്ട് ഇങ്ങനെ വന്നതാണ്. പിന്നെ ഇവരൊക്കെ എപ്പോഴും പിന്നെ അന്നൊക്കെ ഈ സ്റ്റേജ് ഫംഗ്ഷന് ഈ കോളേജ് സ്കൂളിലെ പിന്നെ കലാപരിപാടികൾക്കൊക്കെ അധികം ഞാനായിരുന്നു ഓർക്കസ്ട്ര പോലെ. അപ്പൊ പിന്നെ ഞാൻ എപ്പോഴും ഇവരെല്ലാരും കൊണ്ടുപോകും. എന്ത് പരിപാടി ഉണ്ടെങ്കിലും ആരും ഒഴിവാക്കാറില്ല. ജീപ്പിൽ 1-2 കീറ്റുകൾ അങ്ങനെയാണ്. അപ്പൊ അത് പിന്നെ അന്ന് അങ്ങനെയല്ല, പിന്നെ എല്ലാരും കൂട്ടിയിട്ടാണ് ഞങ്ങൾ പോകുക. അപ്പൊ അതങ്ങനെ കുറെ ഉണ്ട്. രണ്ടുപേരും പാട്ടൊന്നും ജസ്റ്റ് ഏതായാലും ഒന്ന് വായിച്ചല്ലേ ഒന്ന്. കൂട്ടിയിട്ട് പാടാം. ഓക്കെ. सुना है लोग उसे आंख भर के देखते, सुना है लोग उसे आंख भर के देखते, तो उसके शहर में कुछ दिन ठहर के देखते हैं, सुना है लोग उसे आंख भर के देखते. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചു പോയി, ഒരു മാത്ര വെറുതെ നനച്ചു പോയി. जब दीप जले आना, जब शाम ढले आना, तुमको देखा तो ये ख्याल आया, तुमको देखा तो ये ख्याल आया, जिंदगी दो तुम खलास आया, तुमको देखा तो ये ख्याल आया. അല്ല അത് കുട്ടിപ്പാടെന്നുണ്ടെങ്കില് അത് അതുകൊണ്ടല്ല, അത് ചില പിന്നെ എന്താ പറയാ
ഓരോ പാട്ടുകളും ഓരോരോ സ്വഭാവം ഉണ്ടാവും. ഉണ്ടാവും. ഒരു രാഗത്തിലായിരിക്കും. രാഗം മീൻസ് അതിന് റൂട്ടാണ്. റൂട്ടുണ്ടാവും. ആ റൂട്ടിൽ വരുന്ന അപ്പൊ അതിപ്പോ യമനാണിപ്പോ നിരിക പാരിസ ഗമദനി സനിദ മദപ മപ മഗരി നിരിസ. ഓക്കെ, ഗമ പ ഗമ ഗരി സദനി നിരിസ ധനി സമഗ ഗമ ധനി സദനി സനി സദനി സനി ദദ മഗ ഗമ പ ഗമ ഗ സനി സദനി സമഗ മയ്യണി കണ്ണി മയ്യാടി കണ്ണി മനോരം വരുന്നതും കസ്തൂരി നിലാവിന്റെ കനവുപ്പായി ഉറങ്ങാതിരുന്നോളെ अभी मुझ में कहीं बाकी थोड़ी सी है जिंदगी जगी धड़कन नहीं जाना जिंदा हूँ मैं तो कुछ ऐसे लगन मिलन है लम्हा कहाँ था मेरा अब है सामने जरा मर जाऊं या जी लूं जरा हर्षमा वर्षमा അപ്പൊ അത് അതില്ലേ അത് അതുകൊണ്ടാണ് പിന്നെ ഒരു ഏകദേശം റൂട്ടാണ് അത്. എല്ലാ ചില പാട്ടുകളൊക്കെ ഉണ്ട്. അത് പലപ്പോഴും പിന്നെ ഇപ്പോ ഇതുണ്ടാവും. സരി സനി സപനി സാരെ ഗരെ സ दौलत भी ले ये शोहरत भी ले लो भले छीन लो मुझसे मेरी जवानी ഇതില് അപ്പൊ അങ്ങനെ വരുമ്പോ ആ ഒരു റൂട്ടിൽ വരുന്ന പാട്ടുകളാണ്. അപ്പൊ അതിന് നമ്മൾ എന്താ പറയാ പിന്നെ അങ്ങനെ ഒന്നായിട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിൽ വേറെ ഒന്നും ഇല്ല. ഇതില് പിന്നെ പനി സഗരി സനി സഗമ പനി ഗമ പനി സഗരി സനി സനി പഗമ പഗമ നി ഗമ പഗരി താമസമേ വരൂ താമസമേ വരൂ जिंदगी में तो सब प्यार किया करते हैं जिंदगी में तो सब प्यार किया करते गमरे गम गमरे
അവനിപ്പൊന്നു ഞാനടിക്കാനെന്നെ ഞാൻ. അപ്പൊ അത് അത്ര ഉള്ള അതിന്റെ ആ ഒരു പിന്നെ റൂട്ടുകൾ വരുന്ന പാട്ടുകളുണ്ട്. അത് പിന്നെ അത് ശരിക്കും നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ചു നോക്കാത്തതുകൊണ്ടാണ്. ഇപ്പം താനേ തിരിഞ്ഞു മറിഞ്ഞു പൊൻതാമരമെത്തയിലുരുണ്ട് മയക്കം വരാതെ മാനത്ത് കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ ഉയരേ ഉയരേ വந்த നെഞ്ചോട് കലந்து വിടേ ഞങ്ങൾ ചോദ്യം ചോദിക്കാൻ വന്ന കിളികളൊക്കെ പറഞ്ഞു. അത് ഒരു പിന്നെ എന്തായാലും ഒരു സോങ് ചെയ്യുമ്പോ ഒരു രാഗം ബേസിച്ചിട്ടായിരിക്കും അധികം ഉണ്ടാകുക. പൂർക്കെ ചെയ്യുമ്പോ പാട്ടിനെ എങ്ങനെ നോക്കില്ല? അതായത് അത് കൊണ്ടുവരുന്ന ആളെയാണോ, അതല്ല ആ പാട്ടിന്റെ വരികളാണോ? അല്ല, മ്യൂസിക് ഒരു കമ്പോസറെ സംബന്ധിച്ചൊരു മ്യൂസിക്കായിട്ട് സംബന്ധിച്ചിടത്തോളം രണ്ട് രീതി ഉണ്ട് ഇതിന്. കാരണം ഇപ്പം ആദ്യത്തെ പോലെ പാട്ട് എഴുതിയിട്ട് നമുക്ക് കമ്പോസ് ചെയ്യാം. ഇപ്പൊ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് എന്തായി നമ്മൾ കമ്പോസ് ചെയ്ത പാട്ട് അതൊക്കെ പിന്നെ അതൊന്നും ഒരു ഇതല്ല, വിഷയമുള്ള കാര്യമല്ല. കാരണം വെച്ചാൽ നമ്മൾ വളരെ അഡ്വാൻസ്ഡ് അല്ലല്ലേ. ഇപ്പോ ബാപ്പു അവാർഡ് പിന്നെ ഞങ്ങള് ഒത്തിരി പാട്ടുകൾ ചെയ്തില്ലേ ബാപ്പു അവാർഡ്, എല്ലാവരും ചെയ്തിട്ടുണ്ട്. പക്ഷെ ചിലപ്പോ ബാപ്പുക്ക് പിന്നെ വിളിച്ചിട്ട് പറയും ഈ ട്യൂൺ ചെയ്തിട്ട് ഞാൻ എഴുതിക്കോളാം. കാരണം മൂപ്പർക്ക് തിരക്കുണ്ടാവും. അവനോട് ആ പാർട്ടി വിളിച്ചിട്ട് പറയുന്ന അവരിങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കണ്ടല്ലോ, അപ്പൊ ഒരു കാര്യം ചെയ്യും ട്യൂൺ ചെയ്ത് ഞാൻ എഴുതിക്കോളാം. അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോ പിന്നെ വരികൾക്ക് അങ്ങനെ ട്യൂൺ ചെയ്യാറുണ്ട്. വരികൾക്ക് പ്രാധാന്യമില്ല ശരിക്കും. അല്ല, വരികൾ എഴുതിയിട്ട് നമ്മള് പിന്നെ ട്യൂൺ ചെയ്യുന്നത് വെച്ചാല് ഇപ്പോ പിന്നെ ആ വരി ഉള്ളതുകൊണ്ടാണ് ആ ഒരു ട്യൂൺ വരുന്നത്. ആ വരി ഇല്ലെങ്കിൽ ആ ട്യൂൺ ഇല്ല. അല്ല, അത് ഞാൻ നേരത്തെ പറയല്ലേ, നീ ഒരു വരി എനിക്ക് എഴുതി തരുമ്പോ അത് ഞാൻ കമ്പോസ് ചെയ്യുമ്പോ ആ കമ്പോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ട്യൂൺ അത് ആ വരി ഉള്ളതുകൊണ്ടാണ് ആ കമ്പോസിങ് വരുന്നത്, ഇല്ലെങ്കിൽ ഇതില്ലല്ലോ. അപ്പൊ ഈ വരികൾ ട്യൂൺ ചെയ്തോ ഞാൻ വരികൾ ഉണ്ടായിക്കോളാം പറഞ്ഞില്ലേ, നമ്മൾ ട്യൂൺ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ സങ്കല്പം ഉണ്ടാവുമല്ലോ. അല്ല, അത് പിന്നെ പറഞ്ഞില്ലേ, നമ്മൾ ഈ പാട്ടിനോട് ചോദിച്ചിട്ടുണ്ട് നമുക്ക് ഏത് ടൈപ്പാണ് വേണ്ടത്. അപ്പൊ ഏകദേശം ഒരു ഇത് കിട്ടുമ്പോ നമ്മള് അങ്ങനെയാണല്ലോ അത് കമ്പോസ് ചെയ്യാം. വരി ഉണ്ടാകുമ്പോ വരി എഴുതുന്ന ആൾക്ക് അതിലൊരു സ്ക്രിപ്റ്റ് വരുന്നുണ്ടെങ്കിൽ അയാൾക്ക് അതിൻ്റെ ഉള്ളില് അപ്പൊ അതുകൊണ്ട് അവർക്ക് നിർബന്ധമാണ് എന്ത് ഈ വരികള് പിന്നെ അതിൽ വേണമെന്നുള്ളത്. അപ്പൊ അതിന് പിന്നെ ശരിക്കും അതിന്റെ ഒരു നിയമം എന്ന് വെച്ചാൽ ആ വരിക്ക് ഒരു സ്ക്രാച്ച് വരാൻ പാടില്ല. അതിൽ നിന്നൊരു വരി ഒഴിവാക്കുക അല്ലെങ്കിൽ ആ വരിനെ ഒന്നിങ്ങോട്ട് മറക്കുക ഒന്നും പാടില്ല എന്നാൽ ശരിക്കും നിയമം. അയാളാണ് എന്താ എഴുതിയിട്ടുള്ളത്, എന്താണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി ആൾക്കാണല്ലോ. അതിന് നിന്നുകൊണ്ട് തന്നെ ട്യൂൺ ചെയ്യാന്നുള്ളത് അങ്ങനെയൊന്നുമില്ല. അത് പിന്നെ എന്താ പറയാ, നമ്മളിപ്പോ ഒറ്റയിരിക്കന്നെ ഒരു കമ്പോസിങ് ഒന്നും നടക്കുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുറച്ചുകൂടി ഫ്രീ ആവുമ്പോഴാണ് അതിനൊരു മൂഡ് വരുന്ന സമയത്താണ് ചെയ്യുന്നത്. അത് പിന്നെ പലപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാകാറ്. പിന്നെ ചില സമയത്ത് പാട്ട് കമ്പോസ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ കാണാം ബാപ്പുക്ക് വിളിച്ചിട്ട് പറയും അവിടെ 2 വരിയും കൂടി ചേർത്തിക്കണമെങ്കിൽ ഭയങ്കരമായിട്ട് നന്നായിട്ടുണ്ട്. അപ്പൊ ആ വരിയാണ് ചേർത്ത് കൊടുക്കും. അങ്ങനത്തെ പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ വേദികളിൽ പാടാറുണ്ട്, ഇപ്പൊ മഹഫില്, സദസ്സുകള്, മജ്‌ലിസുകള്, അതുപോലെ വേദികളിൽ പാടാറുണ്ട്. ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ഒരു കമ്പോസർ പാട്ട് ചെയ്യുമ്പോഴാണോ, അതല്ല ഈ ആളുകളുടെ ക്രൗഡിന്റെ മുന്നിൽ പോയിട്ട് പാടുമ്പോഴാണ്? ശരിക്കും അങ്ങനെ എനിക്ക് തോന്നുന്നു ആ ചോദ്യത്തിന് പ്രസക്തി ഇല്ല എന്നുള്ളതാണ്. നമ്മൾ എവിടെയാണോ അവിടെ കംഫർട്ടായിട്ട് നമ്മൾ നിൽക്കുന്നത് അവിടെ നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്നു. ഇവിടെ എനിക്ക് പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ് ഇവിടെ നിന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കൂല. ശരി, എന്നാ കാണാട്ടോ ഞാൻ പോകും.
അപ്പോൾ ഇതെല്ലാം ഇതിനോട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ്. അതൊരു പാട്ടും അങ്ങനെ തന്നെയാണല്ലോ. പറ്റാത്തതാണെങ്കിൽ പറ്റില്ല. കാരണം എന്താണ് മറ്റത് പറഞ്ഞുകൊണ്ട് പിണങ്ങിയിട്ടുണ്ടായിരുന്നു ഗഫൂർക്കാരോട് വലിയ പെട്ടെന്ന് നിങ്ങൾ പറയുമ്പോൾ പറ്റില്ല, ഞാൻ പോകുമ്പോ എൻ്റെ ജീവിതത്തില് പിന്നെ ഞാനൊരു 210 ഡിഗ്രി വരെ ക്ഷമ പോകുന്നു. പിന്നെ പൊതുവെ എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാല് നീ പറയുന്നതിൽ പിന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റാണ്. ഈ പറഞ്ഞ ഒരു എനിക്ക് യോജിക്കാൻ പറ്റതാണെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഞാൻ എന്നൊന്നും പറയില്ല. കാരണം അവൻ പറയുന്നത് വിഡിത്തരാന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അവനോട് തർക്കില്ല. അപ്പൊ ഏറ്റവും നല്ല എന്താണ് അത് പിന്നെ ചില പിന്നെ ഈ ഇതിലൊക്കെ ഉണ്ട്. നമ്മളിപ്പോ എന്താ പറയാ, ഇപ്പൊ ഒരു പുതിയ പാട്ട് ചെയ്യുമ്പോഴും ഒക്കെ ഇതുണ്ടാകാറുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മള് അതിനെ അവര് കാണുന്ന ആ രീതിക്ക് നമ്മൾ കാണുന്നില്ല, അതിനെ തിരിച്ചു കാണും നമ്മള്. അപ്പൊ ഇപ്പൊ എനിക്കൊരു പാട്ട് ഞാൻ മ്യൂസിക് തന്നു, എനിക്ക് കമ്പോസ് ചെയ്തിട്ട് ഈ പറയാൻ ഒറ്റയടിക്ക് കേട്ടിട്ട് തന്നെ പറയാണ് അത് ഞാൻ വിചാരിച്ച മാതിരി ആയില്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് തെറ്റല്ലേ? കാരണം ഈ വിചാരിച്ച മാതിരി ഞാൻ എനിക്ക് ചെയ്താ പോരെ. അതിന് ഈ പറയുന്ന അല്ല, അത് പൊതുവെ അറിയുന്ന ഒരാളാണ്. ഒരാൾക്കൊരു ജോലി കൊടുക്കുമ്പോ അയാളതിൽ നിശ്ചിപ്താണത്. ഓക്കെ, അപ്പൊ അതേ വരിക്കന്നെ ഇപ്പൊ വേറൊരാളെ ചെയ്യുമ്പോ അത് ആയിക്കോളുന്നില്ല. പിന്നെ അല്ലാതെ ഇപ്പോ പിന്നെ വളരെ പിന്നെ ഡിഫറെന്റ് ആയിട്ട് പറയട്ടോ. അത് പിന്നെ ഞങ്ങൾ പറഞ്ഞപ്പോ പറയാണ്. കാരണം ആ വരി പിന്നെ അദ്ദേഹം ഒരാളത്ത് കിട്ടുന്ന ആ വരി അയാളായിരിക്കും അങ്ങനെ കമ്പോസ് ചെയ്തിട്ടുണ്ടാകുക. അയാളുടെ ആ മ്യൂസിക്കായിട്ട് അങ്ങനെ ആയിരിക്കും കമ്പോസ് ചെയ്തിട്ടുണ്ട്. അതേ വരി വേറെ ആൾക്ക് വേറെ സ്റ്റൈലായിരിക്കും. മരണമെത്തുന്ന നേരത്ത് നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. മരണമെത്തുന്ന നേരത്ത് നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. ഇത് ആ സീനും അതിന്റെ ഡയറക്ടർ പറഞ്ഞിടത്തും എല്ലാം കൂട്ടിയിട്ടാണ് ആ സാധനം കമ്പോസ് ചെയ്യുന്നത്. ഇതേ സാധനം ഈ വരി നേരെ മറിച്ച് വേറെ ആൾ കൊടുത്തു നോക്കും, അയാൾ ഈ സ്വഭാവത്തിലായിരിക്കും ചെയ്യുക. അപ്പൊ അത് ആ വരി ആരത്ത് കിട്ടുന്ന അയാൾ എങ്ങനെയാണ് ചെയ്യുന്നത്. അല്ലാതെ ഈ ട്യൂണിപ്പോ ഇതിന്റെ ഫിക്സ്ഡ് എന്ന് പറയാൻ പറ്റില്ല. ഇല്ല, ഇത് പല സിനിമയിലുള്ളത് ഇതിനേക്കാളും ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പാണ് മരണത്തിന് നേരത്ത്. പിന്നെ ഒരു വേദി വന്നിട്ട് ഇതിനെ മാറ്റി പാടുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യാം. ഇപ്പൊ ഇതൊക്കെ ഉണ്ടല്ലോ, അതിപ്പോ എന്താ പാട്ടിന് सांसों की माला पे सिमरू में पीकाना. अपने आप से बातें करते होंगे मैं बदनाम. अपने आप से बातें करते होंगे मैं बदनाम. सांसों की माला पे सिमरू में पीकाना. ഇത് വേറെ സ്റ്റേജിൽ പാടുന്ന പാട്ടുകൾ അല്ലെങ്കിൽ നല്ല ഫീലാണ് പാടുന്നിട്ടുണ്ട്. ജീവിതത്തിലെ എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഗഫൂർഖാനെ ഒരു പാട്ടുകാരൻ എന്നുള്ള നിലക്ക് ഒരു കമ്പോസർ എന്നുള്ള നിലക്ക് മാറ്റിയിട്ടുണ്ട്. അല്ല, ജീവിതത്തിലെ അനുഭവങ്ങള് പിന്നെ അനുഭവം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ അതിനുള്ളൊരു വഴി ഉണ്ടാവുമ്പോൾ അനുഭവം ഉണ്ടാവുള്ളൂ. ഓക്കെ, ആ ഒരു അനുഭവത്തെ നമ്മൾ മനസ്സിൽ കൊണ്ട് നടക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഒരു കാര്യമില്ല എന്നുള്ളതാണ് വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ്. കാരണം ചില എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിചാരിക്കണ വെച്ചാൽ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെന്താ, എന്താണ് പ്രശ്നം, ആ പ്രശ്നത്തിന് എങ്ങനെ കൈകാര്യം കലാ
പിന്നീട് നമ്മള് ആ വിഷയം മനസ്സിൽ കൊണ്ട് ഇങ്ങനെ അങ്ങനെ ഒരു ഇത് ഈ പെട്ടിപ്പോ അതിനെന്തൊരു തറ അറിയാം. അയ്യോ ഇനിയിപ്പോ ഇത് എന്താ ഇനിയിപ്പോ ചെയ്യുക, ഇനിയിപ്പോ എന്തായാലും ഞാൻ അതൊരു 100 ഇത് ഇവിടെ നന്നാക്കാൻ പറ്റും നോക്കുക, അവിടെ കൊണ്ട് കൊടുക്കാൻ നന്നായി കഴിയും. കഴിഞ്ഞത് കഴിഞ്ഞു. പിന്നെ അല്ലാതെ അത് ഒരു കാര്യമൊന്നുമില്ല അങ്ങനെ ഒരു. അപ്പൊ അതുകൊണ്ടാണ് ഈ പിന്നെ ഈ ഓൾഡ് സ്റ്റോക്ക് വെക്കണോണ്ടാണ് ഈ പറഞ്ഞതൊക്കെ. അനുഭവങ്ങൾ മനുഷ്യരെ ആ. മാറ്റുന്നു പറയുന്നത്. പിന്നെ നമ്മള് പാട്ടിലേക്ക് വരുമ്പോ നമ്മളാണെങ്കിൽ പൊതുവെ ഞാൻ പറഞ്ഞില്ലേ ഒരു മെഹഫിൽ സ്റ്റൈല് ചെയ്യുമ്പോ അത് അവരത് ഒരു ഇപ്പൊ ഒരു ഗാനമേളക്ക് പാടുന്നത് മെഹഫിൽ പാടുന്നത് രണ്ട് വ്യത്യാസമാണ്.